ആദിയിൽ വചനമുണ്ടായി. വചനത്തിൻ്റെ പ്രത്യേകത എല്ലാ ഘട്ടത്തിലും എല്ലാ ചരിത്രങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും നയിച്ചാലും എന്നാണ് പ്രമാണങ്ങളിലെ പ്രാർത്ഥന. മനുഷ്യരെ അറിയുന്നത് വാക്കുകളിലൂടെയും മനസ്സറിയുന്നത് വചനങ്ങളിലൂടെയുമാണ്. വർഷങ്ങൾ കഴിയുന്നതോടെ ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുമെന്ന് വീമ്പ് വിളമ്പിയവരുടെ മനോനില വ്യക്തമാക്കുന്ന കണക്കുകളാണ് ഒരു വിദേശ ഏജൻസി ആസ്ഥാനമായ വിദേശ ഏജൻസിയുടെ കണക്കുകൾ പുറത്തെത്തിക്കുന്നത്. വിദ്വേഷ പ്രസംഗങ്ങളിൽ മോദിയും അമിത്ഷയും യോഗി ആദിത്യനാഥും മുന്നിൽ. BJP-ക്കാരും VHPയും ബജ്രംഗ് ദളും എങ്ങനെ വിഷവാക്കുകളിൽ മുന്നിലെത്തുന്നു? ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് പ്രധാനമന്ത്രിയുടേതടക്കമുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ. ഇനി മോദിയുടെ വിദേശയാത്രയും വിദേശ നയവും ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണമുണ്ടാക്കുന്നുണ്ടോ എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. അദാനിയുടെ കേസ് മരവിപ്പിച്ചെങ്കിലും ഇന്ത്യക്കാരെ കുടിയിറക്കാൻ അമേരിക്കയും പിന്നാലെ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളും അതേ നടപടിയിൽ നീങ്ങുകയാണ്. വിദ്വേഷത്തിലെ മനോഗതിയും ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകുന്ന നയങ്ങളുമായി മോദിയുടെ പാഴാകുന്ന നയതന്ത്രവും നമുക്ക് ചർച്ച ചെയ്യാം.